ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള കലാപങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അത്ര പുത്തിരിയല്ല. കലാപങ്ങളൊന്നുമില്ലാതെ വർത്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ സമസ്ത സമാധാനങ്ങൾക്കും തുരങ്കം വെച്ചുകൊണ്ട് പെട്ടെന്നൊരു വർഗീയ ചേരിതിരിവും സംഘർഷങ്ങളും പോർവിളികളുമൊക്കെ ഉണ്ടാക്കാനുള്ള എളുപ്പവഴി ജാതീയവും മതപരവുമായ കാർഡിറക്കി കളിക്കുക എന്നുള്ളതാണ്. അതിന് മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കണമെന്ന് നിർബന്ധമില്ല. സ്വന്തം മതത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് അലോസരമുണ്ടാക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചാലും മതിയാകും. അത്തരമൊരു പുതിയ വിവാദത്തിനാണ് ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ ബോർഡുകൾ യു പിയിൽ ഉടനീളം സ്ഥാപിച്ചുകൊണ്ടാണ് ചിലർ സമൂഹത്തിൽ ആസൂത്രിതമായ അസ്വസ്ഥതകൾ അഴിച്ചുവിട്ടത്. യോഗി ആദിത്യനാഥിന്റെ BJP സർക്കാരിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ ഈ നീക്കങ്ങൾ മുന്നേറിയപ്പോൾ ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ചവരിൽ തിരിച്ചറിഞ്ഞ 9 പേർക്കും തിരിച്ചറിയാത്ത 15 പേർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസെടുത്തതോടെയാണ് ഐ ലവ് മുഹമ്മദ് എന്ന വിവാദം ഇപ്പോൾ UP കേന്ദ്രമാക്കി തലപൊക്കിയിരിക്കുന്നത്. എന്നാൽ ഐ ലവ് മുഹമ്മദ് എന്ന വിവാദം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ അതിന് ബദലായിട്ട് ഐ ലവ് മഹാദേവ് എന്ന മറ്റൊരു ക്യാമ്പയിൻ ടു ട്രെൻഡ് UP യിൽ സജീവമായിരിക്കുകയാണ്. വാരണാസിയിൽ ഐ ലവ് മഹാദേവ് ക്യാമ്പയിൻ മുദ്രാവാക്യങ്ങളുമായി ശിവഭക്തരും തങ്ങളുടെ വിശ്വാസം സ്ഥിരമായി പ്രകടിപ്പിക്കാൻ ഈ സമയം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഓൺലൈനുകളിലും തെരുവുകളിലും വ്യാപകമായ പങ്കാളിത്തം നേടിയ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന് മറുപടിയായി വാരണാസിയിലെ സന്യാസിമാരും ഐ ലവ് മഹാദേവൻ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. ഇത്തരം നീക്കങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതും അതിൽ പാളിച്ചകൾ ഉണ്ടായാൽ കടുത്ത കലാപം ഉളവാക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും ഗൗരവത്തോടെയാണ് UP സർക്കാർ അത് കൈകാര്യം ചെയ്തത്. എന്നാൽ അറസ്റ്റ് ഉണ്ടായതിനു പിന്നാലെ ബറേലിയിലെ തൗക്കീർ റാസ ഖാൻ എന്ന ഒരു മൗലവിയുടെ ആഹ്വാന പ്രകാരം ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനെ പിന്തുണച്ച് വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം നിരവധി പ്രക്ഷോഭകർ ഒത്തുകൂടി കടുത്ത പ്രതിഷേധമാണ് അഴിച്ചുവിട്ടത്. നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ അക്രമാസക്തമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും സർക്കാരിന് സുരക്ഷാ സേനയുടെ സഹായം തേടേണ്ടതായി വരികയും ചെയ്തു. സ്ഥലത്തെ സ്ഥിതിഗതികൾ ഇപ്പോൾ സാധാരണ നിലയിലാണെന്നും നിയന്ത്രണത്തിലാണെന്നും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി സമൂഹത്തിന് അസ്വസ്ഥത ജനിപ്പിക്കുന്ന വിധത്തിലുള്ള മതകലുഷിതമായ ചില നീക്കങ്ങൾ ഇതിന് പിന്നിൽ ആസൂത്രിതമായി ഉണ്ടായിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മുഹമ്മദിയർക്ക് മുഹമ്മദിനോടും ഹൈന്ദവർക്ക് മഹാദേവനോടും ക്രൈസ്തവർക്ക് ക്രിസ്തുവിനോടും സ്നേഹമുണ്ടാകും. അത് പെരുത്തിട്ട് പേരിന് മുൻപിലോ പിൻപിലോ ഐ ലവ് യു എന്നുകൂടി ചേർത്ത് ഉരുവിടുകയോ എഴുതി വെക്കുകയോ ചെയ്യുന്നതിൽ നല്ലത് തന്നെ. എന്നാൽ അത്തരം എഴുത്തുകൾ ആസൂത്രിതമായ അജണ്ടകളുടെ പൊതുനിരത്തുകളിലും പൊതുസമൂഹത്തിന്റെ ആസ്തി വകകളും കയ്യേറിക്കൊണ്ട് സമൂഹത്തിലെ ഇതര മതസ്ഥർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ നിറയുമ്പോൾ അത് യാദർശികം മാത്രമെന്ന് കരുതാനാവില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ആസൂത്രിത കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യങ്ങളിൽ UP യിലെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന നിലയിലേക്ക് എത്തിയിട്ടും അതിനെതിരെ നടപടി ഉണ്ടാവുമ്പോൾ അതൊരു സാമൂഹിക പ്രശ്നമാക്കി മാറ്റാൻ ഒരുമ്പിട്ട ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ അതിശക്തമായ ഗൂഢാലോചനാ നീക്കങ്ങൾ ഉണ്ടെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം സമാധാനം തകർക്കാനുള്ള ശ്രമമാണെന്നും ഇത്തരം മാർച്ചിനോ പ്രകടനത്തിനോ രേഖാമൂലമുള്ള അനുമതിയൊന്നും ഈ പ്രതിഷേധക്കാർ നേടിയിട്ടില്ല എന്നും ജില്ലാ മജിസ്ട്രേറ്റ് അവിനാശ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. ഏറ്റുമുട്ടലുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ഗൂഢാലോചനയാണെന്ന് DIG അജയ് കുമാർ സാഹ്നിയും വ്യക്തമാക്കി. ഈ നീക്കങ്ങൾക്കെതിരെ കർശനമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്ന UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് സംസ്ഥാനത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ കർശന ശിക്ഷ നൽകുമെന്നായിരുന്നു. ഇന്നലെ ഒരു മൗലവി സംസ്ഥാനത്ത് ആരാണ് അധികാരത്തിലുള്ളതെന്ന് മറന്നുപോയെന്നും ആ പ്രക്ഷോഭത്തെ തന്റെ സർക്കാർ കൈകാര്യം ചെയ്ത രീതി ഇനി ഒരു പ്രക്ഷോഭത്തിന് കോപ്പ് കൂട്ടുന്നവർ 2 തവണ ചിന്തിക്കുമെന്നാണ് യോഗി വ്യക്തമാക്കിയത്. ബറേലിയിൽ പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയ മൗലവി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ബറേലിയും ലഡാക്കും ഒരു മുന്നറിയിപ്പാണ്. രാജ്യം കരുതലോടെ ഇരിക്കണമെന്നതിൻ്റെ മുന്നറിയിപ്പ്. കാരണം എവിടെയൊക്കെയോ ഇരുന്ന് രാജ്യത്ത് കലാപത്തിന് ആരൊക്കെയോ കോപ്പ് കൂട്ടുന്നുണ്ട്.